ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട് കേട്ടോ, എൻ്റെ സ്വന്തം വീട്. അപ്പൊ ഞാൻ പെരുന്നാൾക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. അപ്പൊ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മയുടെ സ്നേഹമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. എപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാലും എൻ്റെ ഉമ്മ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എന്തെങ്കിലും എനിക്ക് ആക്കി തരാണ്ടിരിക്കില്ല. ഇന്നതാ ഒരു കുട്ടി ചാക്കന്നെ ഉണ്ട് കേട്ടോ. ഉമ്മ അവിടെ എന്തൊക്കെയാ ഉള്ളത്, എന്തൊക്കെയാ അവിടെ മേടിച്ചത്, അതെല്ലാം അതിൻ്റെ ഒരു വിഹിതം എനിക്ക് എപ്പോഴും ആക്കി തരും കേട്ടോ. എനിക്ക് എനിക്ക് വിഷമമാണ് കേട്ടോ അത് കാണുമ്പം. അപ്പൊ ഇതാ വാപ്പ വരുന്നുണ്ട്, വാപ്പ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ പോണു പറഞ്ഞപ്പോ ഇതാ വരുന്നുണ്ട്. അവര് രണ്ടാളും റെഡിയായി. അങ്ങനെ ഞങ്ങൾ വീടെത്തി കേട്ടോ. അതാ വീടെത്തി തുറന്നു നോക്കി. ഫസ്റ്റ് ഞാൻ എന്റെ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു കർട്ടൻ കിട്ടിട്ടോ. അപ്പൊ കർട്ടൻ എടുത്തു. പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. മുട്ട അതിലെന്താ തുറക്കണതൊക്കെ അതോ ആ മുട്ടന്റെ മേലെ കൊണ്ടിട്ടു. ഇത് റവയല്ല, അരിപ്പൊടി, പൊടി, പയറ്, മാവ്, ദോശമാവ്, സ്പെഷ്യൽ നമ്മുടെ മന്തി, അണ്ടിപ്പരിപ്പ് മുന്തിരി. അണ്ടിപ്പരിപ്പ് പറഞ്ഞപ്പോൾ സന്തോഷായി. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പട്ട, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഉണ്ട് കേട്ടതാ. മുളക് പൊടി എല്ലാം ഉണ്ട്. അവര് ഈ കവറിൽ എന്തൊക്കെയോ ഉണ്ട്. ഇഷ്ടംപോലെ സാധനങ്ങളിതാ. മുരിങ്ങക്കായ, ഉമ്മയുടെ സ്നേഹം, തക്കാളി, സവാള, സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പ്, കുളിക്കുന്ന സോപ്പ്. ഇത് ഒരു മാവേലിക്ക് പോലെ ഉണ്ട്. കപ്പയ്ക്ക, ബിസ്ക്കറ്റ്, ജീരകം, പിന്നെന്താ ഇത് അരിയാ, മന്തി വയ്ക്കുന്ന അരി. ഇത് വഴുതിനിങ്ങ. ഇത് തുറക്ക്. അതെന്താ നോക്കാൻ? നെയ്യ് ആയിരിക്കില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, ചതച്ചിന്റെ ബാക്കി. ഇത് പഞ്ചസാര ഉണ്ട്, പിന്നെ അരി ഉണ്ട്, ഒരു കുമ്പളങ്ങയും ഉണ്ട്, പഞ്ചസാര ഉണ്ട്, മൂന്ന് കിറ്റ് അരി ഉണ്ട് കേട്ടോ. അതോ എന്ത് പൊട്ടിച്ച്. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല വിഷമാവുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മയുള്ള കാലത്തോളം നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ ഉമ്മ ആക്കി തരൂല്ലേ. ഇപ്പൊ എൻ്റെ ഉമ്മ മാത്രല്ല, എല്ലാവരുടെ ഉമ്മയും അങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലം നമുക്ക് എന്താ പറയാ, സ്വർഗാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാം പോയി. സത്യം പറഞ്ഞാൽ ഇത് ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇപ്പൊ ഇത്രേ ഉള്ളൂ. മിസ് യു ഉമ്മ.